ഒരു ഈ അടുത്ത് ഞങ്ങളൊരു ഓണം ഷോ ചെയ്തു. അപ്പോഴും അവിടെ MLA ആരാണെന്ന് ഓർക്കുന്നില്ല, ഫസ്റ്റ് ഇത് ജയറാമിന്റെ നാട്ടിൽ ഇതാ എത്തിയിരിക്കുകയാണ് KS പ്രസാദ് എന്ന് പറഞ്ഞിട്ടാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതൊരു ഭയങ്കര വലിയ ഒരു മെന്ററിന് കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യമല്ലേ? അതെ അതെ, കാരണം മെന്റർ ചെയ്ത് കൊണ്ടുവന്ന ഒരാളെ അല്ലേ. പിന്നെ അത് മാത്രമല്ല, ജയറാം അത് ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ്. ശങ്കര കോളേജിൽ പുള്ളി ഞങ്ങളുടെ പ്രോഗ്രാം എല്ലാം ഞങ്ങൾ വരുന്നതിന് മുമ്പ് അവതരിപ്പിക്കുന്നു, അത് കാണുന്നു, ഞങ്ങളെല്ലാം ശത്രുക്കളാവുന്നു. അപ്പോൾ കാരണം ഞങ്ങളുടെ ഐറ്റംസ്, അപ്പോൾ അബേലച്ചൻ ആള് മിടുക്കനാണല്ലോ എന്ന് പറയുന്നു, അബേലച്ചൻ വിളിക്കാൻ പറയുന്നു. അങ്ങനെ ഈ ലാല് പോയ ഒരു ഗ്യാപ്പിലാണ് ജയറാം വരുന്നത്. ജയറാം വന്നോടെയാണ് ഈ മിമിക്രി ഫീൽഡിൽ ഒരു ഗ്ലാമർ വന്നു വിട്ടത്. രാത്രി പലപ്പോഴും പ്രോഗ്രാം കഴിഞ്ഞിട്ട് പല ബസ് സ്റ്റാൻഡുകളിലൊക്കെ ഇങ്ങനെ ഇരിക്കും. എറണാകുളം ബസ് സ്റ്റാൻഡിലോ അത് രാവിലെ പെരുമ്പാർക്കുള്ള ബസ്, അടുത്ത ദിവസം അടുത്ത സ്ഥലത്തേക്ക് പോകണം. അപ്പോൾ രാത്രി പ്രസാദിക്കായിട്ടിരിക്കുമ്പോൾ എല്ലാവർക്കും ഈ പ്രേം നസീർ ഞാൻ ചെയ്യുന്നതിൽ ഇങ്ങനെ ഒരു ശബ്ദം പറയും. അതെ, രാത്രി 12 മണി 1 മണിയാകുമ്പോൾ പ്രസാദ് കിട്ടിയിട്ടുണ്ട്. 12:30 1 മണി അല്ല, വരാനുള്ള ഒരു ടെക്നിക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിരുന്നു ജയറാമിന്, ഓർമ്മയുണ്ടോ? അല്ല, അവിടെ തൊട്ട് ഇങ്ങോട്ട് ശരിക്കും പറഞ്ഞാൽ സ്റ്റേജുകളിൽ നിന്നും സിനിമയിലേക്ക് എന്ന് പറയുന്നത് ശരിക്കും മിമിക്രി. നേരത്തെ പിഷാർ റെഡ്ഡിയും പറഞ്ഞു മിമിക്രിക്ക് ഒരു മിമിക്രി ഫീൽഡിന് തന്നെ ഒരു അപ്ലിഫ്റ്റ്മെന്റ് കൊടുത്തത് ജയറാമേട്ടനും അല്ലേ? ഒരു ഗ്ലാമർ വന്നതും അത് മാത്രമല്ല, നമ്മൾ എവിടെ ചെന്നാലും ഒരു നടൻ നായകനാകുന്നു എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു വെയിറ്റേജ് ഉണ്ടല്ലോ, ആ വെയിറ്റേജ് ജയറാമാണ് തുടക്കക്കാരൻ. അതിനുശേഷമാണ് ഇത് ബാക്കി എല്ലാവരും വരുന്നത്. അവസാനം പിഷാരടി. അത് വലിയ വേറെ കാര്യമുള്ളത്, ജയറാമേട്ടൻ നായകനാകുന്നത് അക്കാലത്തെ ഏറ്റവും വലിയ ക്രൂവിന്റെ കൂട്ടത്തിലാണ്. ഏറ്റവും വലിയ ക്രൂ, സംഗീതത്തിന്റെ സെക്ഷനിൽ, ഡയറക്ടറിന്റെ സെക്ഷനിൽ എല്ലാരും ഒപ്പം ഒന്നിച്ച് 2 പടമാണ് കമ്മിറ്റ് ചെയ്തത്. അതുകൊണ്ട് പടപടയുന്ന 2 പടം ഒന്നിച്ച് കമ്മിറ്റ് ചെയ്യപ്പെട്ട രീതിയിൽ ഹീറോ ആയിട്ട് വന്നിട്ടുള്ള ആളാണ് ജയറാമേട്ടൻ ആ സമയത്ത്. അതൊരു വലിയ അത്ഭുതവും ഭാഗ്യവും ഒക്കെയാണ്. മാത്രമല്ല ഈ പുള്ളി ഇപ്പൊ സിനിമാ താരമൊക്കെ ആയ ശേഷം ഈ പല ഫിലിം സ്റ്റാർസ്, മിമിക്രിയിൽ നിന്ന് വന്ന പല ഫിലിം സ്റ്റാർസ്, എന്ത് നിങ്ങൾ പറയണ ഇപ്പോഴും മിമിക്രി കാണിക്കാൻ പോണ കഥയാണോ? കാണിക്കാറുണ്ട്. ഇപ്പൊ കാണിക്കാൻ പറഞ്ഞാലും ഇപ്പൊ ശബ്ദം ഇടും. എനിക്ക് തൊണ്ടസുഖമില്ല അങ്ങനെയൊന്നും പറയാറില്ല. അപ്പൊ ചെയ്യും, ഏത് സ്റ്റൈൽ ചെന്നാലും. ഇത് നമ്മളിപ്പോൾ കുറച്ച് ഒരു സ്റ്റാർ ലെവലായി കഴിഞ്ഞാൽ നമുക്കൊരു ഒരു പ്രായമുള്ള ഒരാളുടെ വേഷമാണ്, ഒരു പുതപ്പ് ഇട്ട് അല്ലെങ്കിൽ ഒരു തോർത്തിട്ട് അഭിനയിക്കണമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു മുണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞാൽ, ഇല്ല ഇത് മതി ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറയും. മനസ്സിലായില്ലേ? ഒരു തോർത്തിടാൻ പറഞ്ഞാൽ പോലെ ഇടാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ജയറാമിനടുത്ത് പറഞ്ഞ ഒരു പെണ്ണിന്റെ വേഷം കിട്ടണമെന്ന് പറഞ്ഞു കൊടുത്തു, അപ്പൊ പുള്ളി പെണ്ണിന്റെ വേഷം കിട്ടും. ഒരു രാജാപ്പാട്ട് വേഷം കിട്ടണമെന്ന് പറഞ്ഞാൽ, ഞാൻ ഈ അടുത്തൊക്കെ കണ്ടു ഈ പണ്ടത്തെ മിമിക്രിക്കാരൊക്കെ കളിക്കുന്ന പോലെ എന്നൊക്കെ പറഞ്ഞു രാജാപ്പാട്ട്. കാലങ്ങളായിട്ട് മഹാരാജാവ് ഞാനാ. ഇനി അത് ഞങ്ങളുടെ അമ്മ ഷോ നടത്തിയാലും, അബുദാബി ഷോ, ദുബായ് ഷോ ആണെങ്കിലും, അമേരിക്കൻ ഷോ ആണെങ്കിലും, ഓസ്ട്രേലിയ ആണെങ്കിലും, കഴിഞ്ഞ ഏകദേശം 25 വർഷമായിട്ട് മഹാരാജാവ് ജയറാം. നല്ല ഗ്ലാമർ ആണെന്നുള്ള ഒരു സങ്കല്പം. അത് മാത്രം അതല്ല, അമ്മയുടെ ഷോയ്ക്ക് സ്ക്രിപ്റ്റ് വായിക്കുകയാണ്. അപ്പൊ ഒരാൾ വന്നിരിക്കുന്നത് ജയറാമുണ്ട്. അപ്പൊ ജയറാമേട്ടൻ രാജാവ്. അതെ, എന്താ അവസാനം ഈ റാണി ഭൃത്തിന്റെ കൂട്ടത്തിൽ ഓടിപ്പോകുന്ന ക്ലൈമാക്സ് ആണോ? അതെ, അത് 25 കൊല്ലമായിട്ട്. അത് 25 കൊല്ലമായിട്ട് ആ കഥയിൽ അതാണ്. ഞാൻ മഹാരാജാവ്, മഹാറാണി മറ്റേ ഭടന്റെ കൂടെ മന്ത്രിയുടെ കൂടെ ആരെങ്കിലും ഒളിച്ചോടിപ്പോയി. ഒരു ജാറി ഇത് തന്നെ 25 കൊല്ലം. ഇടയ്ക്ക് ഒരു പാലക്കാടൻ ഭാഷയിൽ രാജാവായിരുന്നല്ലോ. ഇടയ്ക്ക് ഭാഷ മാത്രം രാജാവ് തന്നെയാണ്. മാറ്റമുണ്ട്. ഇപ്പൊ പറഞ്ഞപ്പോ നമ്മുടെ ഒരു കസറ്റ് കാലഘട്ടത്തിലുള്ള സ്കിറ്റിലെയാണ് ഈ മറ്റേ ആ ഒരു സമയത്ത് ഈ കസറ്റ്സ് ആണല്ലോ ഏറ്റവും കൂടുതൽ, അല്ലെ? കലാഭവന്റെ കസറ്റുകളായിരുന്നു അന്ന് കാണാൻ പറ്റുന്നത്, എല്ലാം ഉണ്ടായിരുന്നു. അതിലൂടെ ഞാൻ പറഞ്ഞ പ്രസാദേട്ടൻ ശരിക്കും എപ്പോഴും ഇപ്പോഴും സ്റ്റേജിൽ ഡോക്ടറേറ്റുള്ള അല്ല SSLC ഞാനും പെട്ടെന്ന് ആദ്യം എനിക്ക് കിട്ടിയില്ല. 1 മിനിറ്റ് കഴിഞ്ഞു. നമ്മളൊക്കെ കാസറ്റ് പുതിയ സിലബസ് ആണ്. പുതിയ സിലബസിൽ കാസറ്റാണ്. നമുക്ക് ഇപ്പൊ ആ ഒരു കാലഘട്ടം പറയുമ്പോ നമ്മുടെ ഏറ്റവും വലിയൊരു വോയിഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ കൂടെ അന്ന് ഉണ്ടായിരുന്ന ആൾക്കാർ, സൈനുദ്ദീൻ, സിദ്ദിഖ് സാർ, നാരായണൻകുട്ടി, റഹ്മാൻ, രവി. അല്ല, ഞാൻ പറയുന്നത് ഇതിനകത്ത് നമ്മുടെ കൂടെ ഇപ്പൊ ഇല്ലാത്ത കുറച്ച് ആൾക്കാരും ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ഗോൾഡൻ ഇയറ ഓഫ് മിമിക്രി എന്ന് പറയുന്ന ആ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്നത്
കുറെ പേരൊന്ന് കൂടെ ഇല്ല. സൈനു എപ്പോഴും ഞാനതാ പറയാ, നമ്മളെ ചിരിക്കാനും ചിരിപ്പിക്കാനും പഠിപ്പിച്ചതാണ് സൈനു. ഏറ്റവും കൂടുതൽ പുള്ളിയുടെ കൗണ്ടർ പോലെ ഇപ്പോഴും കൗണ്ടർ അടിക്കുന്ന ആളുകളില്ല. ശരിക്കും പറഞ്ഞാൽ സൈനദിന്റെ കൗണ്ടറിന്റെ ഒരു 25% സൈനദിൻ സിനിമയിൽ ചെയ്തിട്ടുള്ളൂ എന്നുള്ളതാണ്. അതൊരു സത്യമാണ്. മിനിറ്റിന് അല്ലേ, നമ്മൾ എന്തോരം ഒരു കാലഘട്ടത്തിൽ ചിരിച്ചിരിക്കുന്നു. ഈ നർമ്മം പറഞ്ഞ പരസ്പരം വേദനിക്കാതിരിക്കുക ഒന്ന്. രണ്ട്, ഈ നർമ്മം പറഞ്ഞ ശേഷം കേട്ട ആളും കൂടെ ചിരിക്കുക. അത് ഈ ബാച്ചിന്റെ കൂട്ടത്തിൽ ഇരുന്നാല് എപ്പോഴും വലിയ സന്തോഷമാണ്. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാല് പ്രസാദേട്ടന്റെ വിറ്റാണ് സിദ്ദിഖ് സാർ ഞങ്ങളുടെ ഒരു ഷോയുമായി ബന്ധപ്പെട്ടൊക്കെ ഇരിക്കുന്നത്. ഞങ്ങൾ ഇങ്ങനെ വേറൊരു വിഷയം സംസാരിച്ചു. പെട്ടെന്ന് സിദ്ദിഖ് സാറ് പ്രസാദേട്ടനോട് ചോദിച്ചു, ഈ പ്രസാദിന്റെ മുടി വിഗാണോ എന്ന് ചോദിച്ചു. അയ്യോ അല്ല, ഒറിജിനൽ അതെ, നോക്ക് പ്രസാദേട്ടനോട് മുഴുവൻ പോലീസ് കൊടുത്തതിന് എനിക്ക് തോന്നി ഇത്ര മോശമായ വിഗ് ആരും ഉണ്ടാക്കില്ല. ഇങ്ങനെ ഇത്ര മോശമായിട്ട് പ്രസാദം മുടി ഇങ്ങനെ ചീക്കി വെച്ചോണ്ട് വന്നേക്കുക. ഇത് പറഞ്ഞതാ. അപ്പോഴേ എല്ലാരും ചിരിക്കുന്നു. അവിടെ അവരുടെ ഒരു പ്രൊഫൈൽ അല്ലാത്ത ആൾക്കാരുണ്ട്, നമ്മളുണ്ട്, എല്ലാരും ഉണ്ട്. ഒരു പ്രോട്ടോകോൾ ഒന്നും ഇല്ല അവിടെ. പൊട്ടി ചിരിച്ചു പോകുന്ന നർമ്മങ്ങൾ ഇവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാതന്ത്ര്യത്തോടെ പറയുമായിരുന്നു. നേരത്തെ പിഷാരടി പറഞ്ഞ പോലെ ആ ജനറേഷൻ അതൊരു കുറച്ചുകൂടി ഒരു ആ രീതിയിൽ എൻജോയ് ചെയ്യും. അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും ആ സമയത്ത് സെറ്റുകളിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു കോമഡി കിട്ടിക്കഴിഞ്ഞാൽ ഇത് ഞാൻ എല്ലാരെയും അറിയിക്കട്ടെ പറഞ്ഞിട്ടുള്ള ഒരു ഫോൺ കോൾ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നില്ലേ? ഇന്നസെന്റ് ഏട്ടൻ അത് എപ്പോഴും ഉണ്ടായിരുന്നു. രാവിലെ വിളിക്കില്ലേ, പുതിയ കഥ കിട്ടിയിട്ടുണ്ട് ചോദിച്ചിട്ട്, അപ്പൊ ഇനി ഇത് വിൽക്കല്ലേ, അത് മമ്മൂട്ടിയുടെ തല്ലേക്ക് ഇടണോ മോഹൻലാലിന്റെ തല്ലേക്ക് ഇടണോ, മോഹൻലാൽ ഇരിക്കട്ടെ. അങ്ങനെയാണ് കൂടുതൽ പ്രസാദനെ. അപ്പോ ഈ ജയറാമേട്ടനെ ഇൻട്രൊഡ്യൂസ് ചെയ്തെന്ന് തൊട്ടതുള്ളത് നമുക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീടുള്ള സിനിമാ കാലഘട്ടത്തിലും ഇതിലുമൊക്കെ എന്തെങ്കിലും പ്രസാദൻ ഇപ്പോഴും ഒരിക്കലും സിനിമ എന്ന് പറയുന്നതിലോട്ട് പോയിട്ടേ ഇല്ല. ഞങ്ങളിപ്പോ ശരിക്കും പറഞ്ഞ ഞങ്ങളിടയ്ക്ക് ഒരു കേരള കോൺഗ്രസ്സുകാരാ. ഇടയ്ക്ക് പിണങ്ങും, ഇടയ്ക്ക് കൂടും, കേരള കോൺഗ്രസ് പോലെ. അപ്പൊ അത് ഇടയ്ക്ക് പിണങ്ങി കഴിഞ്ഞാൽ കൂടിപ്പിച്ച ആരാന്നറിയോ? ഇദ്ദേഹമാ. പ്രസാദിന്റെ മോള് അമേരിക്കയിൽ വെച്ച് കണ്ടപ്പോ എന്നെ ചോദിച്ചു. അമേരിക്കയിലായിരുന്നില്ലേ? എന്റെ സിസ്റ്റർ മോള്. ഞാൻ എന്റെ പ്രസാദിന്റെ ഇങ്ങനെ മകളാണ്. അത് ഇപ്പോ അറ്റ് പ്രസന്റ് നിങ്ങൾ തമ്മിൽ വഴക്കിലാണോ? ഞാൻ ഒരു മിനിറ്റ് ആലോചിച്ചിട്ട് പറയാം. അല്ല, ഇപ്പൊ ഞങ്ങൾ തമ്മിൽ വഴക്കില്ല. വഴക്കിനുള്ള എന്തെങ്കിലും കാരണങ്ങളുണ്ടോ അതോ പ്രസാദനും ഈ സിനിമ അങ്ങനെ പോവില്ല. ഞാന് എന്റെ പടം ചെയ്തപ്പോ, ഈ തത്ത ചെയ്ത സമയത്ത് ഞാൻ പ്രസാദേട്ടനെ എനിക്ക് എങ്ങനെയെങ്കിലും ഉൾപ്പെടുത്തണം തോന്നി. ഞാൻ പ്രസാദിനെ വിളിച്ചിട്ട് ഒരു വേഷമുണ്ട്, പടത്തെ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചു. കുറച്ച് ഞാൻ വിളിച്ചു, എനിക്കൊരു വേഷം ഉണ്ട്. അങ്ങനെയാണ് ഞാൻ ഒരാളുടെ പേര് പറയും, ഇത് അയാൾക്ക് കൊടുത്തേക്ക് എന്നും പറഞ്ഞു അങ്ങനെ വേഷം കൊടുത്തിട്ടുള്ള ആളാണ്. പിന്നെ ഞങ്ങള് ജയറാമേട്ടന്റെ 35 yearsന്റെ ഒരു വലിയ ഇവന്റ് ചെയ്തതിനകത്ത് പ്രധാനം ഉണ്ടായിരുന്നു. ചേട്ടനൊക്കെ കൂടെയാണ് ചെയ്തത്. ഇവരെല്ലാവരും, ഞാൻ പറഞ്ഞത് ഈ ഒരു ഗാങ്ങിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും ഈ പറയുന്നത് പോലെ നമുക്ക് റെമിനിസ് ചെയ്യാനായിട്ട് കുറെ മൊമെന്റ്സും കുറെ കാര്യങ്ങളും എല്ലാവർക്കും ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിൽ മിമിക്രി കാണിക്കാൻ അന്ന് എപ്പോഴും ഒരു ട്രൂപ്പായിട്ട് പോകുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ? ജയറാമേട്ടന്റെ ജയറാമാണ് പിന്നീട് നടനായത് എന്ന് തോന്നുന്ന രീതിയിലുള്ള ജയറാമിന്റെ കഥകൾ എന്ന് പറഞ്ഞാൽ ജയറാം എന്നും വണ്ടിയിലോട്ട് കയറിയാൽ ആദ്യം പറയുന്നത് ദാമോദരന്റെ കാര്യം, കൃഷ്ണൻകുട്ടിയുടെ കാര്യം, ഇങ്ങനെ ഇങ്ങനെ ഓരോ ആളുകളുടെ കാര്യങ്ങൾ പറഞ്ഞിട്ട് വരും. അപ്പൊ നമ്മളിത് ആരാണ്? കുറെ കഴിയുമ്പോഴാണ് കൃഷ്ണൻകുട്ടിയുടെ തിടമ്പ് അന്ന് കണ്ട പോലെ തന്നെ പിന്നീട് മനസ്സിലാവും ഇത് ആനയാണെന്ന്. അന്ന് ഇത് തന്നെ